മോർണിംഗ് ഗൈസ്. എനിക്ക് അടുത്ത ഒരു 15 മിനിറ്റിൻ്റെ അകത്ത് ഒരു മീറ്റിംഗ് ഉണ്ട്. ലോങ് സ്റ്റോറി ഷോർട്ട്, I'll explain what happened. So basically, I onboarded this client, I think 2 months back. It's a big client, very big chunk of money. Like money flow എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും വലിയ പൈസയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. സോ എന്നെ ഇതിനകത്ത് ഓൺബോർഡ് ചെയ്ത, ഞാൻ ഇതിനകത്ത് അവരുടെ പേര് പറയുന്നില്ല, ബട്ട് ഓൺബോർഡ് ചെയ്ത 3 പേരുണ്ട്. അപ്പോൾ ആദ്യത്തെ സെയിൽസ് കോൾ ഞാൻ എടുത്തത് ഇതിൻ്റെ അകത്തുള്ള ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരാളുമായിട്ടാണ്. സോ അയാളുടെ പേര് നമുക്കിപ്പോൾ തങ്കമ്മ എന്നിടാം. ഓക്കെ, തങ്കമ്മയാണ്. തങ്കമ്മേനെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. തങ്കമ്മയുടെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് സെയിൽസ് കോളിന് ഇരിക്കുന്നത്. എന്നിട്ട് തങ്കമ്മ ആ സെയിൽസ് കോൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം ബാക്കി 2 പാർട്ട്നേഴ്സിനെ അയച്ചു കൊടുത്തു. ബാക്കി 2 പാർട്ട്നേഴ്സ് ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നു. തങ്കമ്മയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ, ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസേഷൻ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ് തങ്കമ്മ ചെയ്യണത്. ബാക്കി 2 പേർക്ക് നമുക്ക് വേണമെങ്കിൽ, ബാക്കി 2 പേര് പേര് വേണ്ട, അത് അവരുടെ പേര് പറയണ്ട, അവർ നല്ലവരാണ്. അപ്പോൾ ബാക്കി 2 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ദേ ആർ സോർട്ട് ഓഫ് മില്യനേഴ്സ് ആസ് ഓഫ് നൗ. ഒരാൾ UK ഒരാൾ ഫ്ലോറിഡയിലാണ്. ഇപ്പോൾ 2 പേരും ബില്യനേഴ്സ് ആ റേഞ്ചിലുള്ള ആളുകളാണ്. സോ ഇതിനകത്ത് ഇവരെന്നെ ഓൺബോർഡ് ചെയ്തതിന് ശേഷം ഐ സ്റ്റാർട്ട് വർക്കിംഗ് വിത്ത് ദം. യൂട്യൂബ് ആണ് നമ്മുടെ മെയിൻ പർപ്പസ്. സോ അവർ പോഡ്കാസ്റ്റ് ആണ് ചെയ്യുന്നത്. നമ്മൾ പോഡ്കാസ്റ്റ് റീപർപ്പസിങ്ങും സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ തുടങ്ങി 1 മാസം അവർ നമ്മളടുത്ത് ചോദിച്ചു, വ്യൂ ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു വീഡിയോ, ഒരു പോഡ്കാസ്റ്റ് കയറി വൈറലായി. 30,000 35,000 വ്യൂസ് പെട്ടെന്ന് കിട്ടി. ആൻഡ് സബ്സ്ക്രൈബേഴ്സും അതിനനുസരിച്ച് കയറി. അപ്പോൾ ഈ തങ്കമ്മ വന്ന് നമ്മളടുത്തൊന്ന് ചോദിക്കുകയാണ്, ഈ വ്യൂസ് എങ്ങനെ പെട്ടെന്ന് വന്നു? ഇത് ബോട്ട് വ്യൂസ് ആണോ? ഈ വ്യൂസ് എങ്ങനെ ഇവിടെ വരാൻ കാരണം? ശരിക്കും എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചപ്പോൾ വ്യൂസ് നടന്നു വന്നു എന്ന് പറയാനാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതവിടെ കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, അത് നമ്മൾ SEO ഒപ്റ്റിമൈസ് ചെയ്തതുകൊണ്ടാണ്, ഓർഗാനിക് ആയിട്ടുള്ള വ്യൂസ് ആണ്. യൂട്യൂബ് ഫേക്ക് ആയിട്ടുള്ള ബോട്ട് വ്യൂസോ ബോട്ട് വാച്ച് ടൈമോ ഒന്നും റെക്കഗ്നൈസ് ചെയ്യില്ല. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് 1000 വ്യൂസ് ബോട്ട് വെച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 1000 വ്യൂസ് 24 മണിക്കൂർ കഴിയുമ്പോൾ യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്യും. അങ്ങനെയാണ് യൂട്യൂബിന്റെ സിസ്റ്റം. ഇപ്പൊ യൂട്യൂബിനെ പറ്റിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന പരിപാടിയൊന്നുമല്ല. പണ്ടൊക്കെ നടക്കുമായിരുന്നു, ഇന്ന് പറ്റൂല. അപ്പൊ ഈ ഇഷ്യൂ കഴിഞ്ഞു. അതിനുശേഷം അവരുടെ ബിസിനസ് സ്ട്രാറ്റജി, എങ്ങനെ കാസറ്റുകൾ സെല് ചെയ്യാം, എങ്ങനെ കൂടുതൽ റവന്യൂ ഇതിനകത്തുനിന്ന് ഉണ്ടാക്കാം. പെർ ഇയർ നമ്മളൊരു എസ്റ്റിമേഷൻ, ഒരു $800 to $900K നമ്മളൊരു എസ്റ്റിമേഷൻ ഇട്ടു. അതിനുള്ള സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു. പിന്നീടായപ്പോൾ ഈ തങ്കമ്മ ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് ഈ പറയുന്ന 2 പേരെടുത്ത് 2 പേരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി. സോ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി എനിക്ക് വർക്ക് പ്രോപ്പർലി ചെയ്യാൻ പറ്റാതെ ആവുകയും, എനിക്ക് വർക്ക് നേരെ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ ആവുകയും, എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും, ഒരാഴ്ചയിൽ ഒരു 5 ദിവസം ഉണ്ടെങ്കിൽ അതിനകത്ത് 3 ദിവസവും ഇവർ കൊണ്ടുവരുന്ന ഇവരിങ്ങനെ ഓരോ ലോജിക്കില്ലാത്ത ക്വസ്റ്റ്യൻസാണ് ചോദിക്കണേ. ഈ വ്യൂസ് എങ്ങനെ ഇന്ത്യയിൽ നിന്ന് വന്നു? ഈ വ്യൂസ് എങ്ങനെ മൂണിൽ നിന്ന് വന്നു? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കണേ. അപ്പോൾ ഞാൻ വളരെ പേഷ്യൻ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ആ വ്യൂസ് അങ്ങനെയാണ് വന്നത്, ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ കുറെ കഴിഞ്ഞപ്പം നമ്മുടെ ടീം എല്ലാം ഓവർവെൽഡ് ആവാൻ തുടങ്ങി. ഇതെന്തോന്നാണ് ഇത്? ഒരു രീതിയിൽ വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല, വെറുതെ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇവർക്ക് എന്താണ് പ്രശ്നം? അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ 3 ആളുകൾക്കും ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യണമായിരുന്നു. നമുക്കൊരു ഇന്റേണൽ ഡെവലപ്പർ ടീമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള തങ്കം ഒഴിച്ച് ബാക്കി 2 പേർക്ക് നമ്മൾ ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അവരൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ ഭയങ്കരമായിട്ട് നമ്മൾ അപ്രീഷിയേറ്റും ചെയ്തു. പക്ഷേ തങ്കമ്മയുടെ നമ്മൾ ചോദിച്ചപ്പോൾ തങ്കം എന്താ പറഞ്ഞതെന്നറിയാവോ? ഐ ഹാവ് ബെറ്റർ പീപ്പിൾ ടു ഡു ദാറ്റ് ഫോർ മീ. ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, ബെറ്റർ ആയിട്ടുള്ള ആളെ വെച്ച് ചെയ്യ്. തങ്കമ്മയുടെ ലാൻഡിംഗ് പേജ് ഇതുവരെ അപ്പായിട്ടില്ല, ബാക്കി 2 പേരുടെ അപ്പായിട്ടുണ്ട്. അപ്പം എനിക്കിങ്ങനെ ഒരു സെൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ ടീമിലുള്ള എല്ലാവർക്കും ഇവർ ഭയങ്കര കൈൻഡ് ആയിട്ടാണ് മെയിൽ അയക്കുന്നത്. പക്ഷെ എനിക്ക് അയക്കുന്ന മെയിലെല്ലാം ഇറ്റ് സൗണ്ട് സോ റൂഡ്. കാരണം അങ്ങനെയല്ല എന്നെ ട്രീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര സസ്പീഷ്യസ് ആയി. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു ദിവസത്തെ മീറ്റിങ്ങിൽ ഭയങ്കര വിഷയം ഉണ്ടാവാൻ കാരണം നമ്മളിങ്ങനെ മീറ്റിങ്ങിൽ 3 പേര് ഇരിക്കുവാണ്. തങ്കമ്മ അതിനകത്തുണ്ട്. തങ്കമ്മ ഭയങ്കര ഇറിറ്റേറ്റഡാ. തങ്കമ്മ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുക. തങ്കമ്മ പറയുന്നത്, എനിക്ക് യൂട്യൂബിനെ പറ്റിയിട്ട് ഒരു മണ്ണ് പറഞ്ഞുകൂടാ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ തങ്കമ്മ തകർക്കുക. തങ്കമ്മ അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുക. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എന്തിനാണ് പുള്ളിക്കാർ ഇത്ര ത്രെട്ടൻഡ് ആയിട്ട് ഫീൽ ചെയ്യണേ? അപ്പോൾ ഞാനിങ്ങനെ വളരെ പൊളൈറ്റാണ് കേട്ടോ, ഭയങ്കര പൊളൈറ്റാണ്. ഞാൻ ഇങ്ങനെ പൊളൈറ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനകത്തുനിന്ന് ഈ 2 മെയിൽ പാർട്ട്നേഴ്സിൽ ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു, അമൽ, ഡോണ്ട് ബി ദിസ് പൊളൈറ്റ്, ജസ്റ്റ് ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ജസ്റ്റ് എക്സ്പ്ലെയിൻ വാട്ട് എവർ ഇസ് ഗോയിങ് ഓൺ ഇൻ യുവർ ഹെഡ്. ഞാൻ അപ്പോഴത്തേക്കും എനിക്ക് കോൺഫിഡൻസ് കിട്ടിയല്ലോ. ഞാൻ അങ്ങ് പറഞ്ഞു, ദിസ് വോണ്ട് വർക്ക്. ഈ
ഇപ്പൊ തങ്കമ്മയ്ക്ക് യൂട്യൂബിനെ പറ്റി എല്ലാം അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ തങ്കമ്മ ആദ്യം എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തരുതായിരുന്നു. തങ്കമ്മയ്ക്ക് എല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ മുന്നിൽ ആ ഒരു മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. തങ്കമ്മയ്ക്ക് ചെയ്തുകൂടെ? പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ തങ്കമ്മ ഇല്ലാതെ ഞാനും ഈ 2 പാർട്ട്നേഴ്സുമായിട്ട് മീറ്റിംഗ് കൂടി. അപ്പോൾ അവർ പറഞ്ഞതാണ്, ഞാൻ ചെയ്യുന്ന അതേ കാര്യങ്ങൾ പുള്ളിക്കാരിയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ, ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസേഷൻ, കോണ്ടന്റ് മാർക്കറ്റിംഗ്, ഇതെല്ലാം പുള്ളിക്കാരിയുടെയും സർവീസാണ്. പുള്ളിക്കാരി കാരണം ഇതിനകത്ത് ജോയിൻ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ടീമിന്റെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഈ 2 പാർട്ട്നേഴ്സില്ലേ, മെയിൽ പാർട്ട്നേഴ്സ്, അവരുടെ പ്രൊഫൈൽ മൊത്തം ഒപ്റ്റിമൈസ് ചെയ്യാൻ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് മൊത്തം നമ്മുടെ കയ്യിൽ തന്നു. അപ്പോൾ പുള്ളിക്കാരിയായിരുന്നു അതിന് മുന്നേ വരെ അവരുടെ 2 പ്രൊഫൈലും ഒപ്റ്റിമൈസ് ചെയ്ത് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അത് എൻ്റെ കയ്യിലേക്ക് കിട്ടിയ സമയത്ത് പുള്ളിക്കാരി അങ്ങ് ത്രെട്ടൻഡായി. സോ ഞാൻ ഈ സ്റ്റോറി കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചിലയിടത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്സലൻസി കാണിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഭയങ്കര അടിപൊളിയാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും, എസ്പെഷ്യലി 3-4 പാർട്ട്നേഴ്സ് ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ. കാരണം ഒബ്വിയസ്ലി എന്നെക്കാളും they might be having a very good relationship internally. I'm an outsider. I might not have that sort of relationship with each of those individuals. So it was sort of like stress for me. കാരണം ഓരോ ദിവസവും ഇവരുടെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ മാത്രമേ എനിക്ക് സമയമുള്ളൂ. ആൻഡ് I'll be very honest guys, എൻ്റെ അടുത്ത് എന്തൊക്കെ പ്രശ്നങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഞാനത് വളരെ പൊളൈറ്റായിട്ട് വളരെ മാന്യമായിട്ട് അത് ഡീൽ ചെയ്ത് സോർട്ട് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ബിക്കോസ് I know for the fact that these guys are not aware of these tech terms and YouTube analytics, all these things. So എനിക്ക് വളരെ layman ലാംഗ്വേജിൽ ഫ്രം ബേസിക് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ആൻഡ് I'm pretty much happy to do it again and again. In fact ഞാൻ അങ്ങനെ ഒരുപാട് സമയം കളഞ്ഞിട്ടുമുണ്ട്. But the problem is these guys are coming up with literally, I mean this Tangama is coming up with literally blundered ആയിട്ടുള്ള issues. Yeah. So ഞാൻ മീറ്റിംഗ് 10 മിനിറ്റിൽ മീറ്റിംഗ് കയറും. ഞാൻ മീറ്റിംഗിൽ കയറാൻ പോവാ. എനിക്ക് അറിഞ്ഞുകൂടെ എന്താണ് ഇന്ന് എന്തോന്നാണെന്ന് എനിക്കറിയാം. എല്ലാവരും സർപ്രൈസ് അറ്റാക്കാണ്. എന്തായാലും നോക്കാം. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. Okay, so guys, ആ മീറ്റിങ്ങിൻ്റെ അപ്ഡേറ്റ് ഞാൻ പറയാം. മീറ്റിങ്ങിൽ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇതൊക്കെയാണ് എൻ്റെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ എൻ്റെ സൈഡിൽ നിന്നുണ്ടായത്. ഞാൻ ഇത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് കുറ്റങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്രോബ്ലമായിട്ട് വന്നു കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് വിടണം. അതിനകത്ത് 3 പാർട്ട്നേഴ്സ് ഉള്ളവർ 2 പാർട്ട്നേഴ്സിൽ കുഴപ്പമില്ല. അവർ ഹാപ്പിയാണ് എല്ലാ കാര്യങ്ങളിലും, എൻ്റെ വർക്കിലായാലും എല്ലാത്തിലായാലും. ആൻഡ് I'll be very honest guys, നമ്മുടെ ഏജൻസി അതായത് നമ്മുടെ നാട്ടിൽ കുറേ ക്രിയേറ്റേഴ്സിനെ എടുത്തിട്ടുള്ളതിൽ ഏകദേശം ഒരു 100-150 ക്രിയേറ്റേഴ്സിനെ എടുത്തു. കുറേ പേർക്ക് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തു, കുറച്ച് പേർക്ക് നമുക്ക് അൺസക്സസ്ഫുള്ളായി. അപ്പോൾ അതിനകത്ത് ഒരുപാട് പേരെ നമ്മൾ റീഫണ്ട് കൊടുത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ റീഫണ്ട് കൊടുത്ത് നമ്മൾ ബാക്ക് ഓഫ് ചെയ്തു. ദെൻ നമ്മുടെ ഏജൻസിയിൽ വലിയൊരു ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായ ഒരു 2 മാസമാണ് ഈ കഴിഞ്ഞ 2 മാസം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ സ്ട്രീം ലൈനിലുണ്ടായിരുന്ന 4-5 ക്യാമ്പയിൻസ് ക്യാൻസൽ ആയിപ്പോയി. ജസ്റ്റ് ബിക്കോസ് ഞാൻ നാട്ടിലില്ലാത്തത് കൊണ്ട്. കുറേ ഇമ്പോർട്ടൻറ്റ് കോൾ. ഇതെല്ലാം പറയുന്ന സമയത്ത് തന്നെ എടുത്തു പറയേണ്ടതാണ്, എൻ്റെ ഈ മെൻറ്റർഷിപ്പിൽ ജോയിൻ ചെയ്ത ആളുകൾ, ഈവൻ നമ്മൾ റീഫണ്ട് കൊടുത്ത് വിട്ടവരായാലും ദേ വെർ വെരി അണ്ടർസ്റ്റാൻഡിങ്. ദേ വെർ ദ ബെസ്റ്റ് പീപ്പിൾ ഐ ഹാവ് എവർ വർക്ക്ഡ് വിത്ത്. ഞാൻ എൻ്റെ മെൻറ്റർഷിപ്പ് എടുത്തിട്ടുള്ള എല്ലാവരെയും എടുത്തു കഴിഞ്ഞാലും ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് ദം എക്സെപ്റ്റ് വൺ ഗൈ, ലൈക്ക് ബാക്കി എല്ലാവരും മോസ്റ്റ് ബ്യൂട്ടിഫുൾ സോൾസ് എവർ മെറ്റ് ഇൻ മൈ ലൈഫ് ആൻഡ് എവർ വർക്ക് വിത്ത്. അവർക്കൊക്കെ ഭയങ്കര ടാലൻ്റ് ഉള്ള ആളുകളാണ്, ഭയങ്കര നല്ല മനുഷ്യരാണ്, അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള മനുഷ്യരാണ്. സോ ഐ വോണ്ട് ടു ഷോ മൈ റെസ്പെക്ട് ഹിയർ. അറ്റ് ദ സെയിം ടൈം അവർക്ക് നമ്മളൊരു ലൈഫ് ടൈം എന്ത് ഒരു സ്ട്രാറ്റജി ആയാലും എന്ത് രീതിയിലുള്ള ഹെൽപ്പാണെന്നുണ്ടെങ്കിലും നമ്മളടുത്തേക്ക് വരാം എന്നുള്ള രീതിയിൽ നമ്മളൊരു കാര്യവും പറഞ്ഞു. ദാറ്റ്സ് അപ്ഡേറ്റ്. ആൻഡ് എനിക്ക് തോന്നുന്നു നമ്മുടെ സൈഡിലുള്ള ഒരുവിധം എല്ലാ ലൈക്ക് ബിസിനസ്സിൽ തന്നെ മോസ്റ്റ് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള മന്ത് ആയിരുന്നു ഈ ലാസ്റ്റ് 2 months. ആൻഡ് കമ്മിങ് 1 or 2 months കൂടി അങ്ങനെ ആയിരിക്കും. ബട്ട് ഹോപ്പ്ഫുള്ളി ഞാനിപ്പം ഇട്ടിട്ടുള്ള പ്ലാൻ വെച്ചിട്ട് ഹാവ് എ ബാക്കപ്പ് പ്ലാൻ ആൻഡ് ഐ വിൽ ബി റിക്കവറിങ് ഫ്രം ദിസ്. എല്ലാ ബിസിനസ് പോലെ തന്നെ പോസിറ്റീവായിട്ടിരിക്കണം.
ആൻഡ് അപ്ഡേറ്റ് റിഗാർഡിങ് അവർ ബ്ലൂ പ്രിന്റ് ബൈ സാറ്റർഡേ ഓർ സൺഡേ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ വെബ്സൈറ്റും എല്ലാം റെഡി ആയിട്ടുണ്ട്. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനെ സെറ്റപ്പ് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആയിരുന്നു. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ഭയങ്കരമായിട്ട് കുറേ കാര്യങ്ങൾ സോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. വി കൈൻഡ് സോർട്ടഡ് എവറിത്തിങ് ഔട്ട്. അപ്പോൾ ഈ വീഡിയോ ഭയങ്കര അടിപൊളി വീഡിയോ ആണെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊരു അപ്ഡേറ്റ് വീഡിയോ ആണ്. പിന്നെ നമ്മൾ കുറച്ച് ലൈവ് സ്ട്രീമുകൾ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. കുറച്ച് ലൈവ് സ്ട്രീമുകൾ ഒരുപാട് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഞാൻ അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ പറയാം. കാരണം എനിക്കൊരു പ്രോപ്പർ ഷെഡ്യൂൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ അങ്ങനെ ഒരു ലൈവ് സ്ട്രീമും കൂടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഞാനൊരു ഡിസ്കോഡ് സെർവർ സെപ്പറേറ്റ്ലി അന്നൊരു ഡിസ്കോഡ് സെർവർ സ്റ്റാർട്ട് ചെയ്ത് എനിക്കറിയാം. ബട്ട് അതിനകത്ത് ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല ആളുകളൊക്കെ. ഞാൻ വേറൊരു ഡിസ്കോഡ് സെർവറും കൂടി തുടങ്ങുവാണ്. വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഡിസ്കോഡ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഞാനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കുകളെല്ലാം ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എനിക്ക് ഫീഡ്ബാക്ക് ആയിട്ട് അതിനകത്ത് തരാൻ പറ്റും. നമുക്കതൊക്കെ ഡിസ്കസ് ചെയ്യാം. വി ക്യാൻ ഹാവ് എ വെരി പ്രൊഡക്റ്റീവ് കോൺവെർസേഷൻ ദേ. ലിറ്ററലി എൻ്റെ ഈ വീഡിയോ കാണുന്ന എവ്രി വൺ ഈസ് വെൽക്കം ദേ. നിങ്ങൾ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഒരു സ്കില്ലോ അങ്ങനെ ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. യു ക്യാൻ ഷെയർ യുവർ തോട്ട്സ്, യു ക്യാൻ ആസ്ക് ഡൗട്ട്സ്. ഐ ട്രൈ മൈ മാക്സ് ടു റിപ്ലൈ ടു ഓൾ ദോസ് ക്വസ്റ്റ്യൻസ് ആൻഡ് വി ക്യാൻ കണക്ട് ദെയർ. ഒരു കമ്മ്യൂണിറ്റി നമുക്ക് അവിടെ ബിൽഡ് ചെയ്യാം. അപ്പോൾ അതാണ് ഒരു അപ്ഡേറ്റ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഐ ഗെസ് അടുത്ത വീഡിയോ കാണാം. ബൈ. ടേക്ക് കെയർ.